പൊന്നാരി വീരൻ ഇല കൊണ്ട് എങ്ങനെ നമുക്ക് ഒരു അടിപൊളി തോരൻ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് പൊന്നാരി വീരൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി തോരന് ഉണ്ടാക്കാം. ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇല കൂടിയാണ്. ഇത് ഷുഗറുകാർക്കൊക്കെ നമ്മൾ തോരൻ വെച്ച് കൊടുക്കുമ്പോൾ ഷുഗർ കൺട്രോൾ ആവുന്ന പറയുന്നത്. ഞങ്ങളിവിടെ എപ്പോഴും ഞങ്ങൾ ഈ ഇല കിട്ടുമ്പോൾ ഞങ്ങൾ തോരൻ വെക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഇല തണ്ടൊക്കെ മാറ്റി നമുക്ക് വല്ല പുഴുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പൊ നമുക്ക് ഇന്ന് തോരൻ വെക്കാൻ ഈ ഇത്തിരി ഇല മതി. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നാളേക്ക് എടുത്ത് വെക്കാം. അപ്പം ഇതൊന്ന് അരിഞ്ഞിട്ട് വരാം. അപ്പം നമുക്ക് ഈ ഇല നമുക്ക് ചെറുതായിട്ട് തോരന് കൊത്തി അരിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ തോരൻ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. വെക്കാനായിട്ടുള്ള പൊന്നാരി വീരൻ ഇവിടെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഇതിലോട്ട് ചേർക്കാം. അപ്പം അങ്ങനെ സവാള കൊത്തിയരിഞ്ഞിട്ടുണ്ട്, 2 പച്ചമുളകും കൊത്തിയരിഞ്ഞിട്ടുണ്ട്. തോരനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പിടി തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. 3 അല്ലി വെളുത്തുള്ളി ചേർക്കാം. ശകലം മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് ഒന്ന് അരച്ചെടുത്ത് വരാം. അങ്ങനെ ഈ ഒരു തോരനിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ചേർത്തിട്ടുള്ള നമ്മൾ ഒരു ശകലം മഞ്ഞൾപ്പൊടിയും 3 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് നമ്മൾ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. അങ്ങനെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു തോരൻ വെക്കാൻ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചെറുതീയിലിട്ട് ഈ ഒരു തോരൻ നമുക്ക് വേവിച്ചെടുക്കാവുന്ന വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ട് ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ചെറുതീയിലാണ് എപ്പോഴും തോരൻ വേവിക്കാൻ നല്ലത്. ഇത് നമുക്ക് പാകത്തിന് എണ്ണ കൂടെ ഇതിലോട്ട് ചേർക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മരുന്ന് കൂടിയാണ് ഈ പൊന്നാരി വീരൻ. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ തോരൻ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ പൊന്നാരി വീരൻ തോരന് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു തോരൻ കൂടിയാണ്. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.